ദൈവം ഒട്ടും ആഗ്രഹിക്കാത്തൊരു കാര്യമാണിത്. എങ്കിലും മനുഷ്യൻ തൻ്റെ ജഡത്തിലായി തീരുമ്പോൾ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ക്ഷീണം സംഭവിക്കുമ്പോൾ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് അകൽച്ചയുണ്ടാകുമ്പോൾ അതിൻ്റെ അടയാളമാണ് ദൈവത്തെ പരീക്ഷിക്കുന്നവരായി മനുഷ്യൻ തീരുന്നത്. ക്ഷമയോടുള്ള കാത്തിരിപ്പാണ് ദൈവം ആഗ്രഹിക്കുന്നത്. താൻ കൊടുത്ത വാഗ്ദത്തത്തിന്മേൽ ക്ഷമയോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടും കൂടെ പ്രത്യാശയോടെ ഉറ്റുപാർക്കുന്ന മനുഷ്യനെ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിന് വിപരീതമായ പ്രവർത്തനമായിട്ടാണ് മനുഷ്യരിൽ നിന്ന് ഈ ദൈവത്തെ പരീക്ഷിക്കുന്ന പ്രവണത ഉണ്ടാകുന്നത്. ദൈവത്തെ മനഞ്ഞവനെ പരീക്ഷിക്കുകയോ മനഞ്ഞവനോട് ചോദ്യം ചെയ്യുകയോ അരുത് എന്ന്, അത് പ്രിയപ്പെടുന്നില്ല എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളെ അനുശാസിക്കും. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവം തന്ന വാഗ്ദത്തങ്ങൾ മാറ്റമില്ലാത്തതാണ്. ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നിനക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ആമേൻ വചനങ്ങളിൽ വിശ്വസിച്ച് ആശ്രയിക്കുക.